ഹായ്, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എ സിയെ കുറിച്ചുള്ള വീഡിയോ ആണ്. അത് ലാസ്റ്റ് വീഡിയോ ആണ്. എന്താണ് ഇൻവെർട്ടർ എ സി, അതിൻ്റെ ഗുണങ്ങൾ എന്താണ്, ദോഷങ്ങൾ എന്താണ്? എനിക്ക് തോന്നുന്നു ഞാൻ ആ ഇൻവെർട്ടർ എ സി മേടിച്ചിട്ട് ഞങ്ങളുടെ വീട്ടിലൊരു എ സി മേടിച്ച് ഞാനൊരു 10 വർഷം 9-10 വർഷത്തോളം ആയെന്ന് തോന്നുന്നു. അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട്, ഇലക്ട്രിസിറ്റി സേവ് ചെയ്യുക എന്നുള്ളതാണ്. സാധാ എ സിയെക്കായും 50% ബെനിഫിറ്റ് മീൻസ് കറണ്ട് കുറവായിരിക്കും നമുക്ക് ഇൻവെർട്ടർ എ സിക്ക് ഉണ്ടാവുന്നത്. അതിന്റെ ഗുണം എന്ന് പറയുന്നത് ഇതാണ്. പക്ഷെ അത് ഇടയ്ക്ക് കേടായി പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കംപ്രസർ 5 ഇയർ വാറണ്ടി ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അതിന്റെ PCB അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ബോർഡ് എന്ന് പറയുന്നത് 1 വർഷത്തെ വാറണ്ടി ഉള്ളെന്ന് തോന്നുന്നു. ഇലക്ട്രിക്കൽ ബോർഡിന് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാധനമാണ്. പക്ഷെ പെട്ടെന്നൊന്നും പോകാൻ സാധ്യതയില്ല. ഇടിമിന്നലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്വിച്ച് ഒരു പ്ലഗ് ഊരിയിടുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. സ്വിച്ച് ഓഫ് ആക്കി ഇടുക, എ സി ഇടാതിരിക്കുക. ഇൻവെർട്ടർ എ സി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗുണകരമായ ഒരു സംഭവമാണ്. പിന്നെ അത് കൂടുതലും വീടുകളിലേക്കാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. പിന്നെ വ്യവസായ ആവശ്യങ്ങൾക്ക് മറ്റു കാര്യങ്ങൾക്ക് സാധാ എ സി തന്നെയാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പ്രത്യേകം ഞാൻ അതിനകത്ത് വീണ്ടും പറയുന്നു, നിങ്ങൾ ഇൻവെർട്ടർ എ സി ആയാലും ഏത് എ സി ആയാലും എടുക്കുന്ന സമയത്ത് കോപ്പർ കോയിൽ എടുക്കുവാൻ, കോപ്പർ ട്യൂബുള്ള കോയിൽ എടുക്കുവാൻ ശ്രമിക്കുക. അലൂമിനിയം ഫിൻസും കോപ്പർ കോയിൽ ട്യൂബും ഉള്ള എ സി എടുക്കാൻ ശ്രമിക്കുക. കാരണം ഗ്യാസ് ലീക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വെൽഡ് ചെയ്ത് അത് വീണ്ടും ഗ്യാസ് ചാർജ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.